ഹലോ ഗൈസ്, നമുക്കിന്ന് കുറച്ച് പുട്ടും ബീഫ് കറിയും ഉണ്ടാക്കാം. ഓക്കെ, ഈ പുട്ടും ബീഫ് കറിയും ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ ഞാൻ ഇതുവരെ കഴിച്ചാൽ പുട്ട് വേറെ കഴിച്ചിട്ടുണ്ട്, ബീഫിൻ്റെ കറി വേറെ കഴിച്ചിട്ടുണ്ട്. അല്ലാതെ പുട്ടും ബീഫ് കറിയും കൊണ്ട് എൻ്റെ ലൈഫിൽ ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. ഒരു ദിവസം രാത്രി ആയപ്പോഴത്തേക്കും പറഞ്ഞു നമുക്ക് എന്നാ ഒരു ബീഫും പുട്ടും ഉണ്ടാക്കിയാലെന്ന്. രാത്രി ഞങ്ങളുടെ വീട്ടിലിവിടെ എന്നാ പറയുന്നത്, രാത്രിയിൽ ചപ്പാത്തി ആയിരിക്കും മിക്കവാറും, വേറൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയല്ലേ എന്നാൽ നടത്തി കൊടുത്തേക്ക്. അപ്പോൾ കുറച്ച് പുട്ടുണ്ടാക്കാം. അതിന് കുറച്ച് അരിപ്പൊടി വേണം, കുറച്ച് ഉപ്പ് വേണം. ഇതെല്ലാം കൂടെ അതിനകത്തോട്ടിട്ട് നല്ല പോലെ ഇത് കുഴയ്ക്കണം. ഈ പുട്ടിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ശരിക്കും കുഴയ്ക്കുന്ന വെള്ളത്തിലായിരിക്കുന്നത്. അത് വെള്ളം കൂടിയാലും പ്രശ്നം, കുറഞ്ഞാലും പ്രശ്നം. അങ്ങനെ പുട്ടൊക്കെ കുഴച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊരു പരുവത്തിനതായി കിട്ടി. വീട്ടിൽ വേറെ ആരുമില്ല, ഞാനും പപ്പയും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പേർക്കുള്ള പുട്ടുണ്ടാക്കിയാൽ മതി, അതുകൊണ്ട് സമാധാനം. 2 പുട്ടുണ്ടാക്കുമ്പോഴത്തേക്കും കാര്യം കഴിയും. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തു. അതിൻ്റെ ഒരു നനവ് നമ്മൾ സെറ്റാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പുട്ട് കടിച്ചാൽ പൊട്ടത്തില്ല, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നല്ലപോലെ നനച്ച് കൊടുക്കുക. നനച്ചെല്ലാം കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പുട്ടുകുറ്റി എടുത്തിട്ട് തേങ്ങ തിരുമാം. തേങ്ങ വേണമല്ലോ പുട്ടിന്, അതുകൊണ്ട് കുറച്ച് തേങ്ങയെല്ലാം തിരുമ്മി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള തേങ്ങ തിരുമ്മിയാൽ മതി. പുട്ടിന് എപ്പോഴും ഇച്ചിരി തേങ്ങ ഇരിക്കുന്ന ടേസ്റ്റ് കൂടുതലാണ്. കുറച്ച് പുട്ട്, കുറച്ച് തേങ്ങ, കുറച്ച് പുട്ട്, കുറച്ച് തേങ്ങ, അങ്ങനെ നമ്മൾ ലെയർ ചെയ്ത് വെക്കുമ്പോൾ ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ പുട്ടിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കുറ്റിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി ആവിയൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് പുട്ടുകുറ്റിയിലിടാം. ഈ പൊടിയും തേങ്ങയും ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറച്ച് തേങ്ങ, കുറച്ച് പുട്ടിൻ്റെ പൊടി, പിന്നെയും കുറച്ച് തേങ്ങ, പിന്നെയും കുറച്ച് പുട്ടിൻ്റെ പൊടി, എഗെയിൻ തേങ്ങ, പിന്നെയും കുറച്ച് പുട്ടിൻ്റെ പൊടി, തേങ്ങ. ഇതാവും നല്ല രസമാണ് കഴിക്കാൻ. ഇങ്ങനെ വെച്ചിട്ട് നമ്മളിത് ആവി അവിടെ വെക്കുക. അപ്പോൾ ഇത് ആവി കയറുന്ന വരെ നമുക്ക് എന്തെങ്കിലും ഒരു നേരം പോക്ക് വേണ്ട. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടെന്ന്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു യോഗോട്ട് ഇരിക്കുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഏകദേശമൊക്കെ നല്ല ടേസ്റ്റായിട്ട് യോഗോട്ടിന്. എനിക്കിഷ്ടമാണ് ഇങ്ങനെ യോഗോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്ക് പുട്ട് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് നോക്കാം എന്തായിന്ന്. പുട്ട് സെറ്റായി, കുഴപ്പമൊന്നുമില്ല. നല്ല വെന്ത് നല്ല മണമായിരുന്നു. ഈ അരി ആക്ച്വലി വീട്ടിൽ പൊടിപ്പിച്ചായതുകൊണ്ടാണ് എന്തോ നല്ല മണമായിരുന്നു പുട്ടിന്. അതിന് പുട്ടെല്ലാം കഴിഞ്ഞ് നമുക്കിനി ഒരു കുറ്റിയും കൂടെ സെറ്റാക്കാം. കാരണം 2 പേരുണ്ടല്ലോ. ഇന്ന് ബീഫ് ആയതുകൊണ്ട്, ബീഫ് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല, പക്ഷെ എന്നാലും ഇന്ന് ആ ബീഫിന് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ഒരു കുറ്റി കഴിക്കാം. അങ്ങനെ അതൊക്കെ സെറ്റാക്കി നമ്മൾ പുട്ട് കഴിക്കാൻ പോവാണ്. ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ ഞാൻ പുട്ടും ബീഫിൻ്റെ കറിയും കൂടെ കഴിക്കാൻ പോവാണ്. ഞാൻ ബീഫിൻ്റെ ഒരാളല്ല ശരിയും, പക്ഷേ ഇന്നെന്തോ എനിക്കൊരു കൊതി വന്നു. അങ്ങനെ പപ്പായുടെ ആഗ്രഹപ്രകാരം നമ്മൾ പപ്പായ്ക്ക് പുട്ടും ബീഫ് കറിയും ഉണ്ടാക്കി കൊടുത്തിരിക്കുക. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ബൈ. പപ്പ കഴിച്ചിട്ട് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ.